ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികൾ ഒന്ന് കോഴിക്കോടാണ്. ഏതാ? അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിപ്പോ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇടും. ഇപ്പൊ നമ്മുടെ നാട്ടിനെ കുറിച്ചൊരു ചിത്രം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെയോ നമ്മുടെ കുട്ടികളൊക്കെ പുറത്ത്, കേരള ആളുകൾ എല്ലാവരും കേരളത്തിൽ നിന്ന് പുറത്തു പോവാണ്. കുട്ടികൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പോകുന്നുണ്ട്, ഇവിടെ നിന്നും പോകുന്നുണ്ട്. നമ്മൾ ഒന്നും രണ്ടിലൊന്നും ഇല്ല, പക്ഷെ ഇവിടെ നിന്നും പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുമുണ്ട്. നമ്മുടെ കുട്ടികൾ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, UK ഒക്കെ പോകുമ്പോൾ അറബൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, പിന്നോക്കം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. 48 രാജ്യങ്ങളിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത്തവണ അപേക്ഷയുണ്ട്. 36 രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷയുണ്ട്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ആളുകൾ ജോലി അന്വേഷിച്ചിട്ട് അമേരിക്ക, പണ്ട് സിലോൺ, പിന്നെ ഗൾഫ്, ഇപ്പൊ അമേരിക്ക, കാനഡ, UK. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരും ജോലി അന്വേഷിച്ചിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന വ്യവസായത്തിനായിരിക്കണം നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സൗകര്യം ഉണ്ടാക്കണം. പണ്ട് ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് പുറത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ MIT, ഹാർവാർഡ്, കൊളംബിയ, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ്, ഇങ്ങനെയൊക്കെയല്ലേ നോക്കി, യേൽ യൂണിവേഴ്സിറ്റി. ഇപ്പോ കുട്ടികൾ പോണ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ UK, കാനഡ. യൂണിവേഴ്സിറ്റി ഒന്നുമില്ല, രാജ്യത്തെ പോവാ. ചെന്നതിന് ശേഷം ആദ്യം തന്നെ നോക്കുന്നത് കോളേജ് ആയിരിക്കില്ല, പാർട്ട് ടൈം ആയിരിക്കും. അപ്പൊ ജോലിയും പഠനം ഒന്നിച്ചുകൂടെ സാധ്യമാകണം. അതിപ്പോ ഗവൺമെന്റ് അതിലേക്ക് എത്തുന്നു. എല്ലാ കാര്യങ്ങളും ഇനി അധികം വിശദീകരിക്കുന്നില്ല. നമ്മളിപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതായി. 3 കൊല്ലം മുമ്പ് നമ്മൾ 28ആയിരുന്നു. പുറകിലാരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ മുൻപിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ആരുമില്ല. ഇതൊരു അഭിമാനമാണ്. എന്ന് വെച്ചത് നിലനിർത്തൽ ഒരു സമരമാണ്. ഇപ്പൊ അടുത്ത റിഫോംസ് വന്നു. ഇതിന്റെ പ്രത്യേകത, ഇത് മാർക്കറ്റാണ്. നിങ്ങളെ മാർക്കറ്റിനെ 100% ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയ റാങ്കിങ്. ഇപ്പോൾ നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നം ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, കേരളോ വ്യവസായം ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ പെട്ടിക്കട, ബാർബർ ഷോപ്പ്, ലോട്ടറി, ബീവറേജ്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ലേ നമ്മുടെ ഒരു പൊതുവർത്താനം. കഴിഞ്ഞ ദിവസം തന്നെ ദാവോസിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ, ദാവോസ് പറഞ്ഞല്ലോ വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. മണി കൺട്രോൾ നിങ്ങൾ കാണാറുണ്ടാവുമല്ലോ. മണി കൺട്രോൾ ഒരു സീരിയസ് ആയിട്ടുള്ള മീഡിയയാണ്. അപ്പൊ അവരൊരു ഇന്റർവ്യൂ എടുത്തു. നല്ല ഇന്റർവ്യൂ ആയിരുന്നു, നന്നായി. കുറച്ച് സമയമുള്ളൂ, ഒരു 10 മിനിറ്റ്. നന്നായി പോയി. മണി കൺട്രോളിൽ ബാംഗ്ലൂർ ഞങ്ങൾ പോയപ്പോൾ ഒരു മലയാളി ഉണ്ടായിരുന്നു. നല്ലൊരു ഇന്റർവ്യൂ അന്ന് കൊടുത്തിരുന്നു. അപ്പൊ ഇയാള് ഞാൻ തന്നെ വിളിച്ചു, സാർ, കേരളത്തെ പോലെ നാടിന് ഇത്ര സ്നേഹിക്കുന്ന ആളുകൾ ലോകത്ത് ഒരിടത്തുണ്ടാവില്ല കേട്ടോ. ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ഞാൻ ചോദിച്ചു, എന്തു പറ്റി? സാറ് ആ മണി കൺട്രോളിൽ ആ ഇന്റർവ്യൂവിന്റെ താഴെ വന്ന കമന്റുകളൊന്നും നോക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങ് ബസ്സിലേക്ക് പോകാറില്ല, കാരണം നമ്മൾ ഈ പോസിറ്റീവ് എനർജി കളയേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ല, ഞങ്ങൾ മലയാളികളാണ്, ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന കമന്റുകളാണ് കൂടുതൽ. ഇങ്ങനെ നാടിനെ സ്നേഹിക്കുന്ന ഒരു അപൂർവ ജനിതക ഘടനയുള്ള ആളുകൾ ലോകത്ത് ഒരിടത്തുണ്ടാവില്ല. ഞാൻ പിന്നെ നോക്കി, അന്ന് നോക്കിക്കളയാ, കറക്റ്റാ. ഞാൻ കേരളമാണ്, ഇവിടെ ഒരു കടയില്ല, ഇവിടെ പൂട്ടിപ്പോയ സ്ഥാപനങ്ങൾ ഇതാ. എന്നുവെച്ചാൽ ഈ തിരുവിതാംകൂറിലെ ആദ്യത്തെ മഹാരാജാവിന്റെ കാലത്ത് പൂട്ടിപ്പോയിട്ടുള്ള എണ്ണ ഉണ്ടാക്കുന്ന കമ്പനി മുതൽ ഇപ്പൊ ഉള്ള അടുത്ത കാലത്തൊന്നുമില്ല, എല്ലാം ഈ ലിസ്റ്റിലുണ്ടാവും. ഇപ്പൊ നിങ്ങൾ പലരും പണ്ട് ബ്ലാക്ക്ബെറി ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ? മൊബൈൽ പുഷപ്പ് മെയിൽ അതിനുണ്ടായുള്ളൂ. പണ്ട് IT ജോലി കിട്ടിയ കുട്ടികൾക്ക് ബ്ലാക്ക്ബെറി കൊടുക്കും. മറ്റാണ് വീട്ടിൽ പോയി മെയിൽ ഓപ്പൺ ചെയ്തില്ല എന്ന് പറയാം. അസൈൻമെന്റ് എങ്ങാനും വീട്ടിൽ പോകുമ്പോൾ ഫ്ലെക്സി പ്ലേസ് ആണല്ലോ, ബ്ലാക്ക്ബെറി പറയാൻ പറ്റില്ല, അപ്പൊ തന്നെ മെയിൽ വന്നറിയും. ഇപ്പൊ എല്ലാത്തിലും വരുന്നുണ്ട് ബ്ലാക്ക്ബെറി. പിണ്ടാ എത്ര പേരെങ്കിൽ നോക്കിയ ഫോണുണ്ട്? പണ്ട് നോക്കിയ എല്ലാത്തിലും ഫോൺ ഉണ്ടാവും. പണ്ട് എല്ലാ ചീഫ് എക്സിക്യൂട്ടീവ്സും സഞ്ചരിക്കുമ്പോൾ പറയും ജെറ്റ് ബുക്ക് ചെയ്താൽ എന്ന് പറയും. എക്സിക്യൂട്ടീവ് ക്ലാസ് ഏറ്റവും സൗകര്യം. ഇപ്പൊ ജെറ്റ് ഉണ്ടോ? വ്യവസായം മരിക്കും, ജനിക്കും, വളരും, അല്ലാണ്ട് അമരത്തില്ല. നമ്മുടെ ഒരു പ്രത്യേകത, പെട്ടിക്കണ അടഞ്ഞാൽ പോലും ലോകത്തറിയാത്ത ആരുണ്ടാവില്ല. IBM ചരിത്രത്തിൽ ആദ്യമായി 2 കൊല്ലത്തിൽ 2 ക്യാമ്പസ് തുറന്നതും അറിഞ്ഞ ആളുകൾ ഇവിടെ തന്നെ അധികം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഈ ചുമതല എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ യോഗങ്ങളിൽ ചോദിച്ചു സംരംഭകരോട്, ലോകത്തിൽ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി എവിടെയാണ്? ആദ്യത്തെ 14 ജില്ലയിലും ഒരു ആൾ പോലും കൈവക്കിയില്ല. സംരംഭകരോട് ചോദിക്കണേ, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. ലോകത്ത് ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗിന്റെ 12% ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. കേരളത്തിലെ 12% അല്ല, ഇന്ത്യയിലെ 12% അല്ല, ലോകം ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗിന്റെ 12% കേരളത്തിൽ ഒരു കമ്പനി ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്തിനാ എത്ര പേർക്ക് അറിയാം? ഒന്ന് കൈവക്കി. കഷ്ടി 3% ആളുകൾക്ക് അറിയുള്ളൂ. എന്നാൽ അന്തർ സംസ്ഥാനത്തോടിയ ബസ് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേര് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ചാടി എണീറ്റിട്ട് പറയും, ഇല്ലേ? ആ കോട്ടയത്ത് ഒരു കടയ്ക്ക് നമ്പർ കിട്ടാതെ ഒരാൾ സത്യാഗ്രഹം ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പേ നമ്മൾ ഓർഡർ ഇറക്കിയിരുന്നു, പക്ഷെ അദ്ദേഹം ഇരുന്ന് എല്ലാവരും അറിഞ്ഞു. ഇപ്പൊ എന്താ പ്രശ്നം വെച്ചപ്പോ ChatGPT ഒക്കെ വെച്ചിട്ട് അമേരിക്കൻ ഇംഗ്ലീഷ് വേണ്ടവർക്ക് അമേരിക്കൻ ഇംഗ്ലീഷിൽ, UK ഇംഗ്ലീഷ് വേണ്ടവർക്ക് UK ഇംഗ്ലീഷിൽ, സ്പാനിഷിലേക്ക് ഉൾപ്പെടെ
ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാടിനെ നന്നായി സ്നേഹിക്കുന്ന ചിലത് കൊടുത്തുകൊണ്ടിരിക്കും. ഏഷ്യയിലെ ഒന്നാമത്തെ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി, ലോകത്തിലെ രണ്ടാമത്തെ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏക ഇൻഡിജീനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. ഇന്ത്യയിലെ ഈ കമ്പനികളുടെ ആദ്യത്തെയും ഇപ്പൊ ഞാൻ പറഞ്ഞ കമ്പനിയുടെ പ്രത്യേകത, കേരളത്തിലെ ഒരു സ്ഥാപനം വികസിപ്പിച്ച ടെക്നോളജിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. ഈ ബ്ലഡ് ബാഗ് ആയാലും ഹാർട്ട് വാൽവ് ആയാലും. അതാണ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അൽഷിമേഴ്സ് 10 വർഷം മുമ്പ് കണ്ടുപിടിക്കാനുള്ള പുതിയ ടെസ്റ്റിനുള്ള ഉപകരണം ലോകത്താദ്യമായി ഉണ്ടാക്കുന്നത് കേരള കമ്പനിയാണ്, അക്കാപ്പെ. കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 1.5 കോടി ആളുകൾ ഡി ഡൈമർ ടെസ്റ്റ് നടത്തിയത് അവര് കണ്ടുപിടിച്ച് പേറ്റന്റ് നേടി ഉൽപ്പാദിപ്പിച്ച കൺസ്യൂമബിൾ ഉപയോഗിച്ചിട്ടാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികൾ ഒന്ന് കോഴിക്കോടാണ്. ഏതാ? അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിപ്പോ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇടും. PK സ്റ്റീൽ അല്ലേ, നമ്പർ 1 സ്റ്റീൽ കമ്പനിയാണ്. PKC പിന്നെ എല്ലാവർക്കും അറിയാം, ചെരുപ്പൊക്കെ ഏതുകൊണ്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ കടയിൽ നിന്ന്. നമ്മുടെ നാട്ടിനെ കുറിച്ചൊരു ചിത്രം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെയോ